നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു ടേമാണ് MSMEs എന്നുള്ളത്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. പണ്ട് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് SSI രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ SSI രജിസ്ട്രേഷൻ ഒക്കെ ആവശ്യമായിരുന്നു. ഇന്ന് അതിന്റെയൊക്കെ കുറെ കൂടെ ആധുനീകരിച്ച രൂപമാണ് ഈ MSME രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് മൈക്രോ എന്റർപ്രൈസസ് എന്താണെന്ന് നോക്കാം. 1 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റും 5 കോടി രൂപ വരെ ടേൺ ഓവറുമുള്ള ബിസിനസ്സുകളാണ് പൊതുവിൽ മൈക്രോ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്മോൾ എന്റർപ്രൈസസ്. 10 കോടി രൂപയിൽ താഴെ ഇൻവെസ്റ്റ്മെന്റും 50 കോടി രൂപ വരെ ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകളെയാണ് സ്മോൾ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് മീഡിയം എന്റർപ്രൈസസ്. 50 കോടി രൂപ വരെ ഇൻവെസ്റ്റ്മെന്റും 250 കോടി രൂപ വരെ ടേൺ ഓവറുമുള്ള ബിസിനസ്സുകളെയാണ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 3 കാറ്റഗറി ബിസിനസ്സുകളെയും കൺസോളിഡേറ്റ് ചെയ്ത് ക്രോഡീകരിച്ച് ഉള്ള ഒറ്റ രജിസ്ട്രേഷനാണ് ഈ പറയുന്ന MSME രജിസ്ട്രേഷൻ. ഇതിനെ തന്നെയാണ് ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഗുഡ്സിന്റെ ബിസിനസ്സുകളിലും ട്രേഡിംഗിലും സർവീസിലും സപ്ലൈയിലും എല്ലാം ഇത് ബാധകമാണ്. MSME രജിസ്ട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ട്. 10,000 രൂപ മൂലധനമായിട്ട് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ MSME രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. അതിപ്പോൾ ഒരു ചെറിയ ഷോപ്പായാലും മെഡിക്കൽ ഷോപ്പായാലും ചെറിയ പാല് വിൽക്കുന്ന ഒരു ഔട്ട്ലെറ്റ് ആയാലും ഏത് രീതിയിലായാലും നിങ്ങൾക്ക് MSME രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്. MSME രജിസ്ട്രേഷൻ എടുക്കുന്നതുകൊണ്ട് കുറച്ചധികം ബെനിഫിറ്റുകളുണ്ട്. അതെന്താണെന്ന് നോക്കാം. MSME രജിസ്റ്റർ ചെയ്തവർക്ക് ബിസിനസ്സുകളുടെ പേരിൽ കറണ്ട് അക്കൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബാങ്കുകളിൽ എടുക്കാവുന്നതാണ്. അടുത്തതാണ് കൊളാട്രൽ ഫ്രീ ലോൺ. അതായത് നിങ്ങൾക്ക് കൊളാട്രൽ സെക്യൂരിറ്റീസ് ഇല്ലാതെ തന്നെ ലോണുകൾ ലഭ്യമാകും. അതിനുവേണ്ടിയുള്ള ഒരുപാട് സ്കീമുകൾ MSME ബന്ധപ്പെട്ട് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ബെനിഫിറ്റ് ആണ് ഗവൺമെന്റ് സബ്സിഡീസ്. പല കാര്യങ്ങളും ഗവൺമെന്റ് സബ്സിഡികൾ MSMEസിന് ലഭ്യമാണ്. നിങ്ങൾ മുടക്കിയ തുകയുടെ ഒരു പ്രത്യേക ഭാഗം ഗവൺമെന്റ് സബ്സിഡിയായി നിങ്ങൾക്ക് തിരികെ അനുവദിക്കുന്നതാണ്. അടുത്താണ് ഫാസ്റ്റ് ഡെബിറ്റ് കളക്ഷൻ. നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനവുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് കിട്ടാനുള്ള പണം ലഭിക്കുന്നതിന് ഒരു മുൻഗണന MSME രജിസ്റ്റർ ചെയ്തവർക്ക് ഉണ്ടായിരിക്കും. നിയമപരമായി നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടി അത് കൃത്യമായി പരിഗണിക്കേണ്ടതാണ്. അടുത്തതായി ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. MSMEകൾക്ക് വളരെ കുറഞ്ഞ പലിശ നിരക്കിലാണ് സേവനങ്ങൾ എല്ലാവരും ബാങ്കുകൾ ഉൾപ്പെടെ നൽകുന്നത്. അത് വലിയൊരു ബെനിഫിറ്റ് ആണ്. അടുത്തതായി ടെൻഡർ പ്രോസസ്സിലുള്ള പ്രിഫറൻസ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ടെൻഡർ വിളിക്കാൻ പോവുകയാണെങ്കിൽ ഒരു വലിയ ടെൻഡർ നടപടിക്രമം ഉണ്ടെങ്കിൽ MSME രജിസ്റ്റേർഡ് ഫേമുകൾക്ക് അതിലൊരു പരിഗണന ലഭിക്കുന്നതായിരിക്കും. അടുത്തതായി മാർക്കറ്റ് ഡെവലപ്മെന്റ് അസിസ്റ്റൻസ് ആണ്. MSME രജിസ്റ്റേർഡ് ഫേമുകളുടെ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന്, അതായത് നിങ്ങളുടെ മാർക്കറ്റ് വലുതാക്കുന്നതിന് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് ലഭിക്കുന്നതിന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സ്കീംസും ഒരുപാട് അസിസ്റ്റൻസും ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അടുത്താണ് ISO സർട്ടിഫിക്കേഷനുള്ള സബ്സിഡി. ISO സർട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഫീയിൽ കുറേയധികം ഇളവുകൾ MSME രജിസ്റ്റർ ചെയ്ത ഫേമുകൾക്കുണ്ടാവും. നിങ്ങൾ മൈക്രോ സ്കെയിൽ ആവട്ടെ, സ്മോൾ സ്കെയിൽ ആവട്ടെ, മീഡിയം സ്കെയിൽ ആവട്ടെ, MSME രജിസ്ട്രേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു ലീഗൽ എൻറ്റിറ്റിയാണ്. നിയമപരമായി നിങ്ങൾക്കൊരു പരിരക്ഷ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. സത്യത്തിൽ MSMEസിന്റെ ഗണത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങളാണ് ഈ രാജ്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത്. പാടിപ്പൊടുത്തുന്ന സ്റ്റാർട്ടപ്പുകളെക്കാൾ ഏറെ അഭിമാനിക്കാൻ വക MSMEസിനുണ്ട്. രാജ്യത്തിന്റെ മൊത്തം GDPയുടെ 30% പ്രൊവൈഡ് ചെയ്യുന്നത് MSMEs ആണ്. രാജ്യത്തെ 110 മില്യൺ ആളുകൾക്കാണ് MSMEs വഴി തൊഴിലവസരം ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായും രാജ്യത്തിന്റെ മൊത്തം എക്സ്പോർട്ടിന്റെ 48% MSMEകൾ വഴിയാണ് പോകുന്നത്. അപ്പോൾ MSMEs എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നട്ടലാണെന്ന് തന്നെ നമുക്ക് പറയാം. ഓരോ MSME രജിസ്റ്റേർഡ് ഓണർക്കും ഈ രാജ്യത്തിന്റെ ഭാഗധേയത്തിൽ വലിയ പങ്കുവഹിക്കാനുണ്ട്. അതിൽ അവർക്ക് അഭിമാനിക്കാം.